അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. ഫാത്തിഹ. പരമകാരുണികനും കരുണാമയനുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം. അള്ളാഹുവിന് മാത്രം. അവൻ സർവ്വലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫലത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നയിക്കണമേ. നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപഴിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ. അൽഹംദുലില്ലാ. ഈന്തമരങ്ങൾ ഇടതിങ്ങിയ ശീതള ശാദ്വലങ്ങളിൽ സൂയിക്കുന്ന സുന്ദരിയായ മക്കാദേശമേ, നിനക്കായിക്കൊണ്ട് പരമകാരുണികനായിട്ടുള്ള അള്ളാഹു ഉയർത്തി കാണിച്ചൊരുവനാണ് ഉമർ ബിൻ ഖത്താബ്. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നമ്മുടെ ഖലീഫ ഉമർ. ഖലീഫ ഉമർ യുദ്ധം മൂർധന്യ ദശയിലെത്തിയപ്പോൾ തങ്ങളുടെ എതിരാളികൾ എണ്ണം കൊണ്ടും വണ്ണം കൊണ്ടും ആയുധശേഖരം കൊണ്ടും അതിബലവാന്മാരായിട്ട് മാറിയത് കണ്ട് ആത്മവിശ്വാസത്തിൽ കുറവുള്ളവരായി ഭവിച്ചപ്പോൾ അവർക്ക് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സന്ദേശം എഴുതി. മുസ്ലിം മുജാഹിദുകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ തപം ചെയ്യുന്ന മനസ്സുകളിൽ കുളിർമഴയായിട്ട് പെയ്ത ഒരു സന്ദേശം. അതിൽ അദ്ദേഹം എഴുതി, പ്രിയപ്പെട്ടവരെ, എതിരാളികളൊക്കെ പൂട്ടിപ്പടലങ്ങൾ പോലെയാണ്. നിങ്ങൾ മനസ്സറിഞ്ഞ് ശക്തമായിട്ട് ഊതിയാൽ ആ ധൂളികളെല്ലാം പറന്നു പോകും. സെയ്ദ് ബിൻ ആമിറും അദ്ദേഹത്തിൻ്റെ സഹായികളും സഹായ സൈന്യവും യർമൂക്കിലെത്തി. അതേ ദിവസം തന്നെ ഖലീഫ തിരിച്ചു പറഞ്ഞയച്ച ദൂതൻ അദ്ദേഹവും അവിടെ യർമൂക്കിൽ വന്നു ചേർന്നു. അത് നേരത്തെ തീരുമാനിച്ചതിന് പ്രതിയായിരുന്നില്ല. ഒത്തുചേരൽ അപ്രതീക്ഷിതമായിരുന്നു. അള്ളാഹുവിൻ്റെ കൃപ. ആ ഒത്തുകൂടൽ മുസ്ലിം മുജാഹിദുകളെ ആവേശഭരിതരാക്കി മാറ്റി. അവർക്ക് വല്ലാത്ത ആത്മവിശ്വാസമുണ്ടായി. എണ്ണത്തിലുള്ള പെരുപ്പവും വണ്ണത്തിലുള്ള പെരുപ്പവും അല്ല വലുത്. യുദ്ധവിജയം അവിടെയല്ല, മനസ്സുകൊണ്ടാണ് യുദ്ധം ചെയ്യേണ്ടത്. ആ മനസ്സിൻ്റെ കാര്യത്തിൽ ബലം നമ്മൾക്കാണെന്നവർക്ക് ബോധ്യമുണ്ടായി. അവർ ധൈര്യപൂർവം ആത്മവിശ്വാസത്തോടുകൂടി ആത്മാർത്ഥമായി തന്നെ യുദ്ധത്തിനൊരുങ്ങി. ഒന്നിലോ ജീവൻ അല്ലെങ്കിൽ മരണം, ഒന്നിലോ ജീവിതം അല്ലെങ്കിൽ മരണം. ജീവിതമാണെങ്കിൽ യുദ്ധാർജിത മുതലുമായിട്ട് ഇഹലോകത്തിൽ ധർമ്മപ്രകാരം ജീവിക്കുന്നു. മരണമാണെങ്കിൽ സ്വർഗം. വലത്തുഭാഗത്തെ സൈന്യത്തെ മുആദ് ബിൻ ജബലിൻ്റെയും ഇടതുഭാഗത്തെ സൈന്യത്തെ ഖബ്ബാദ് ബിൻ അതീമയുടെയും ഖാനാൽപ്പടയെ ഹാഷിം ബിൻ ഉദ്ബയുടെയും നേതൃത്വത്തിലാക്കി മാറ്റി. പിന്നെ അശ്വഭടന്മാരാണ് ഉണ്ടായത്. അശ്വഭടന്മാരെ 4 തിരിച്ചു. ഇങ്ങനെ ഉള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2 ലക്ഷത്തിലധികം വരുന്ന ശത്രുക്കൾ കടലിൽ തിരമാല ഇരമ്പി വരുന്നത് പോലെ 24 അണികളായിട്ട് ദൈറുൽ ജബലിൽ വന്നിറങ്ങി. ഇപ്പോഴത്തെ മുസ്ലിങ്ങൾ
അവരുടെ സൈന്യം, അപ്പുറത്ത് എതിരാളികൾ, റോം എതിരാളികൾ. ഒട്ടും താമസിയാതെ ഒരു റോമൻ പടയാളി മുന്നോട്ട് വന്നു. അയാൾ ഉച്ചത്തിൽ മുസ്ലിങ്ങളെ വെല്ലുവിളിച്ച് ആക്രോശിച്ചു. ഇത് കണ്ട സമയത്ത് ഖൈസ് ബിൻ ഹുബൈറ യുദ്ധം ചെയ്യുന്ന സ്ഥലത്ത് ധീരന്മാർ ചെയ്യാറുള്ള വീരകൃത്യങ്ങൾ ഞാൻ നിർവഹിക്കാറില്ലേ എന്ന് അന്തഃപുരത്തിൽ മറിഞ്ഞിരിക്കുന്ന നാരിയും മണികളോട് ചോദിച്ചാലും പോലും അറിയാം എന്ന കവിത ചൊല്ലിയിട്ട് അയാൾ നേരെ കുതിച്ചു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആദ്യം തന്നെ മുന്നോട്ട് വന്ന് വെല്ലുവിളിച്ച ആളെ കാലപുരിക്ക് അയച്ചു. ആ ഒരു വിജയം മുസ്ലിങ്ങൾ തക്ബീർ വിളി മുഴക്കിയിട്ട് ആ വിജയം ആഘോഷിച്ചു. ഉടനെ മറ്റൊരു റോമൻ പടൻ മുന്നോട്ട് വന്നു, ഇതേപോലെ വെല്ലുവിളിച്ചുകൊണ്ട്. ധീരനായിട്ടുള്ളൊരു പോരാളി നിമിഷ നേരം കൊണ്ട് അയാളെയും അപ്രത്യക്ഷനാക്കി മാറ്റി, ഭൂമിയിൽ നിന്ന് പറഞ്ഞയച്ചു. അങ്ങനെ അന്ന് മുഴുവൻ ദ്വന്ദ്വയുദ്ധം നടന്നു. എല്ലാറ്റിലും വിജയം അള്ളാഹുവിൻ്റെ അടിമകൾക്കായിരുന്നു, സത്യവിശ്വാസികൾക്കായിരുന്നു. ഇനി അടുത്ത ദിവസം അതിരാവിലെ റോമൻ സേനാനായകൻ ബാഹാൻ്റെ ദൂതൻ ജോർജ് ബുർജ്, റോമൻ സേനാനായകനായിട്ടുള്ള ബാഹാൻ, അദ്ദേഹത്തിൻ്റെ ദൂതൻ അബൂ ഉബൈദയെ കാണാൻ നേരിട്ട് അവിടേക്ക് വന്നു. അയാൾ പറഞ്ഞു, തങ്ങളുടെ സർവ്വസൈന്യാധിപൻ്റെ അടുത്തേക്ക് ഒരാളെ അയക്കണം, സന്ധി വ്യവസ്ഥകൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. അബൂ ഉബൈദ അത് സമ്മതിച്ചു. അവിടേക്ക് അയച്ചത് സാധാരണക്കാരനൊരാളെയല്ല അയച്ചത്, ഖലീദ് ബിൻ വലീദിനെ തന്നെയാണ് അയച്ചത്. ബാഹാൻ്റെ അടുത്തേക്ക് അയച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ റോമൻ ക്യാമ്പിലേക്ക് പോകാൻ ജോർജ് കൂട്ടാക്കിയില്ല. അദ്ദേഹം പടക്കളത്തിലിറങ്ങിയിട്ട് ഖാലിദിനെ വിളിച്ചു. അയാളുടെ വശം വാളൊന്നും ഉണ്ടായിരുന്നില്ല. ആയതുകൊണ്ട് ദ്വന്ദ്വയുദ്ധത്തിനല്ലെന്ന് മനസ്സിലായി, ബോധ്യമായി. ഖാലിദ് അയാളുടെ അടുത്തേക്ക് ചെന്നു. ജോർജ് നന്നായിട്ട് റോമനാണെങ്കിലും നന്നായിട്ട് അറബി സംസാരിക്കുന്ന ആളായിരുന്നു. അയാൾ ചോദിച്ചു, നിങ്ങളുടെ നബി, നിങ്ങളുടെ പ്രവാചകൻ ആകാശത്തു നിന്നൊരു വാള് നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? ആ വാള് അത് താങ്കൾക്കാണ് തന്നിട്ടുള്ളതെന്നും കേട്ടിട്ടുണ്ട്, ശരിയാണോ? സത്യം പറയണം, കള്ളം പറയരുത്. സ്വതന്ത്രന്മാരായിട്ടുള്ള ആളുകൾ, സ്വതന്ത്ര ചിന്താഗതിക്കാർക്ക് എന്തിനാ കള്ളം പറയുന്നത്? ഖാലിദ് പറഞ്ഞു, ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് താങ്കളെ അള്ളാഹുവിൻ്റെ വാള് എന്ന് ആൾക്കാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഉടനെ തന്നെ ഖലീദ് ബിൻ വലീദ് അതിൻ്റെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഇതെല്ലാം കേട്ട് ജോർജ് ബുർജ് അവിടെ ഇങ്ങനെ നിശ്ശേഷനായിട്ട് നിന്നു. ഖാലിദിൻ്റെ നേരെ തുറിച്ചു നോക്കിയിട്ട് ചോദിച്ചു, എന്തൊരു കാര്യത്തിലേക്കാണ് നിങ്ങളിപ്പോൾ ഞങ്ങളെ ക്ഷണിക്കുന്നത്? അത് പറ. അല്ലാഹു അല്ലാതെ വേറെ ദൈവമില്ല, മുഹമ്മദ് അവൻ്റെ ദൂതനാണ്, ദാസനാണ്. അത് അംഗീകരിക്കാനും അതിന് സാക്ഷ്യം വഹിക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഞങ്ങളതിന് തയ്യാറായില്ലെങ്കിലോ? ജോർജ് ബുർജ് തിരിച്ചു ചോദിച്ചു, ഞങ്ങളിപ്പോൾ അതിന് തയ്യാറായില്ലെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഇസ്ലാമി രാഷ്ട്രത്തിൻ്റെ പരമാധികാരം അംഗീകരിക്കണം.
തെളിവായിട്ട് അതിനുള്ള ജസിയ നികുതി നൽകുകയും വേണം. അതിനും തയ്യാറായില്ലെങ്കിലോ? എങ്കിൽ ശരിക്കുന്ന ആയുധങ്ങൾ, വാളുകൾ, അത് നമ്മളുടെ ഇടയിൽ വിധി നടത്തിക്കൊള്ളും. കാര്യത് പറഞ്ഞു. ഇന്നിപ്പോൾ നിങ്ങളുടെ കൂടെ വരുന്ന ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? അയാൾ ഞങ്ങളെപ്പോലെ ഞങ്ങളിൽ ഒരുവനായിരിക്കും, അത്രമാത്രം. നിങ്ങൾ സത്യം പറഞ്ഞിരിക്കുന്നു. മനസ്സിലുള്ളതാണ് നിങ്ങൾ തുറന്നു പറഞ്ഞത്. മനസ്സിലുള്ളതാണ് വാക്കുകളായിട്ട് പുറത്തു വന്നത്. അതുകൊണ്ട് ഖലീദ്, നിങ്ങൾ ആർജവമുള്ളവനാണ്. ആയതുകൊണ്ട് ജോർജ് ബുർജ് പറഞ്ഞു, നിങ്ങളെന്നെ ഇസ്ലാം പഠിപ്പിച്ചു തരിക. ജോർജ് അങ്ങനെ ഇസ്ലാം ആശ്രയിച്ചു. മുസ്ലിങ്ങളുടെ വിശ്വാസ മഹിമയും ആരാധനാ കർമ്മങ്ങളും അതിനെ പിൻപറ്റുന്നവരുടെ സ്വഭാവ നൈർമല്യവും അതാണ് ഇത്തരമൊരു അന്വേഷണത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഇസ്ലാം നല്ലത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷേ അതിനെ പിൻപറ്റുന്നു എന്ന് പറയുന്നവർക്ക് വിശ്വാസമഹിമയില്ലെങ്കിലോ, അവരുടെ ആരാധനാ കർമ്മങ്ങൾ അതിലൂടെ അവർ സ്വഭാവ നൈർമല്യം നേടി എടുത്തിട്ടില്ലെങ്കിലോ, ഇത്തരമൊരു അന്വേഷണത്തിന് ജോർജ് ബുർജ് മുതിരുമാതിരമായിരുന്നില്ല. ആയതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ മഹിമ അദ്ദേഹം അദ്ദേഹം തിരിച്ചറിഞ്ഞത് മുസ്ലിങ്ങളുടെ അചഞ്ചലമായിട്ടുള്ള വിശ്വാസത്തിലൂടെയും അവരുടെ ആരാധനാ കർമ്മങ്ങളുടെയും അനുഷ്ഠാനത്തിൻ്റെയും മഹിമയിലൂടെയും സ്വഭാവ നൈർമല്യത്തിലൂടെയുമായിരുന്നു. ഏതായാലും ജോർജ് ബുർജ് അദ്ദേഹം റോമനായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ജോർജ് മുസ്ലിമായി. പക്ഷെ ബാഹാൻ്റെ ദൂതനെ തിരിച്ചയക്കാതിരിക്കുന്നത് വഞ്ചനയായിട്ട് വ്യാഖ്യാനിക്കും, അതിനിടയുണ്ട്. ആയതുകൊണ്ട് തന്നെ അബൂ ഉബൈദ അദ്ദേഹത്തെ നിർബന്ധപൂർവം അദ്ദേഹത്തെ ഖലീദിനോട് ഒന്നിച്ചയച്ചു. മുസ്ലിങ്ങളിലേക്ക് തന്നെ അവരുടെ പ്രതിനിധിയോടൊപ്പം മടങ്ങിപ്പോരാമെന്ന നിബന്ധനയിലാണ് ജോർജ് റോമൻ തമ്പിലേക്ക് തിരിച്ചുപോയത്. ധൂർത്തന്മാരായിട്ടുള്ള എല്ലാ ഏകാധിപതികളെയും പോലെ ഹിറാക്ലിയസ്, അത് ഹിറാക്ലിയസ് ചക്രവർത്തിയുടെ സേനാനായകൻ ബാഹാനും തങ്ങളുടെ ആ പ്രതാപം പ്രകടിപ്പിക്കാൻ, ബാഹ്യമായിട്ടുള്ള പ്രതാപം പ്രകടിപ്പിക്കാൻ വലിയ രീതിയിൽ ശ്രമിച്ചു. ഖാലിദിന് കടന്നു പോകാനുള്ള വഴിയിൽ ഒരു വലിയ പരവതാനികൾ വിരിച്ചിട്ടു. ആയുധധാരികളായിട്ടുള്ള അശ്വഭടന്മാരെ നിർത്തി അദ്ദേഹത്തിന് അഭിവാദനം നടത്താനായിട്ട്. എന്നാൽ ഖാലിദിനെ കണ്ട സമയത്ത് അതിനോട് പുച്ഛമാണ് തോന്നിയത്. അദ്ദേഹം അതേ ഭാവത്തിൽ മുന്നോട്ട് നീങ്ങി. മഹാൻ ഖലീദിനെ അവിടെ സ്വീകരിച്ചിരുത്തി കുശലാന്വേഷണങ്ങൾ നടത്തി. അതിനുശേഷം അയാൾ തങ്ങളുടെ സാമ്രാജ്യം, ആ സാമ്രാജ്യത്തിൻ്റെയും അതിൻ്റെ ഇപ്പോഴത്തെ ചക്രവർത്തിയുടെയും മുന്നുണ്ടായിരുന്ന ചക്രവർത്തിമാരുടെയും മേന്മകൾ, അന്തസ്സ്, ആഭിജാത്യങ്ങൾ അതെല്ലാം വിവരിക്കാൻ തുടങ്ങി. തങ്ങളുടെ രാജാവിൻ്റെ പ്രതാപം എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാമോ അതിനുവേണ്ടി അദ്ദേഹം പലതും പറഞ്ഞു. അവസാനം ബാഹൻ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അതിങ്ങനെയാണ് ഉപസംഹരിച്ചത്. നിങ്ങളുടെ വർഗ്ഗക്കാരായിട്ടുള്ള അറബികൾ വളരെ മുമ്പ് തന്നെ ഞങ്ങളുടെ നാട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളെന്നും അവരോട് ഒരു ഈർഷ്യയും വെച്ച് പുലർത്തിയിട്ടില്ല, ഒരിക്കലും സ്നേഹത്തോടു കൂടി മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ. നിങ്ങളൊക്കെ അതിന് നന്ദിയുള്ളവരായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത്.
പക്ഷെ അവിചാരിതമായിട്ട് നിങ്ങൾ ഈ സാമ്രാജ്യത്തെ ആക്രമിക്കാൻ വന്നു, പ്രതീക്ഷിക്കാതെ. ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറന്തള്ളുക, അതാണ് ലക്ഷ്യമെങ്കിൽ അത് ശരിയല്ല. ആ ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വെക്കണം. നിങ്ങൾ പ്രാകൃതരാണ്. നിങ്ങളെക്കാൾ പ്രാകൃതരായിട്ടുള്ള വിഡ്ഢികളായിട്ടുള്ള ഒരു ജനതയും ലോകത്ത് എവിടെയുമില്ല. അത് പോട്ടെ, നിങ്ങളുടെ അവിവേകത്തിന് ഞങ്ങൾ മാപ്പ് തരാം. മാത്രമല്ല, നിങ്ങളിവിടുന്ന് വിട്ടുപോകാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു യുദ്ധം കൂടാതെ, ഒരുപാട് മനുഷ്യജീവനുകളെ നശിപ്പിക്കാതെ നിങ്ങളിവിടുന്ന് വിട്ടുപോകാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ സർവ്വസൈന്യാധിപന് 11,000 ദിനാറും മറ്റ് സേനാനായകന്മാർക്ക് 1000 ദിനാർ വീതവും സാധാരണ പട്ടാളക്കാർക്ക് 100 ദിനാർ വീതവും ഞങ്ങൾ നൽകാം. അൽഹംദുലില്ലാഹ്.